ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അതിരപ്പള്ളി തുമ്പൂർമൊഴിയിൽ കാട്ടാനയാക്രമണത്തിൽ 3 വനം വകുപ്പ് ജീവനക്കാർക്ക് പരിക്ക്. ജനവാസ കേന്ദ്രത്തിലെത്തുന്ന ആനകളെ തടയുന്നതിനിടെ ജീവനക്കാരെ ആന ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിലിൽ തടവുകാരനെ സഹതടവുകാരൻ ആക്രമിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ സ്വദേശി ഐവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിതൃസ്മരണയിൽ ബലിതർപ്പണം നടത്തിയ ആയിരങ്ങൾ. പാമ്പാടി അയൂർ മഠത്തിലും ചാവക്കാട് പഞ്ചവടിയിലും ബലിതർപ്പണത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്. അതിരപ്പള്ളി തുമ്പൂർമൊഴിയിൽ കാട്ടാനയാക്രമണത്തിൽ 3 വനം വകുപ്പ് ജീവനക്കാർക്ക് പരിക്ക്. ജനവാസ കേന്ദ്രത്തിൽ എത്തുന്ന ആനകളെ തടയുന്ന ഓഫീസർ സച്ചിൻ, വാച്ചർമാരായ നടരാജൻ, മണികണ്ഠൻ എന്നിവരെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുമ്പൂർമൊഴി പത്തയാറിലായിരുന്നു സംഭവം. എണ്ണപ്പനത്തോട്ടത്തിൽ നിന്നും എത്തിയ കൊമ്പൻ ഇവരുടെ നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. 100 മീറ്ററോളം ആന ഇവരെ ഓടിച്ചു. റോഡിനോട് ചേർന്നുള്ള കൊക്കയുടെ അരികിലെ ഇടുക്കിലേക്ക് ചാടിയാണ് മൂവരും രക്ഷപ്പെട്ടത്. ഇതിനിടെ റോഡിൽ വാഹനത്തിലെത്തിയ വിനോദസഞ്ചാരികൾ ബഹളം വെച്ച് ആനയെ പിന്തിരിപ്പിച്ചു. ഇതോടെ ആന എണ്ണപ്പനത്തോട്ടത്തിലേക്ക് തിരിച്ചു പോവുകയായിരുന്നുവെന്ന് ചാലക്കുടി DFO M വെങ്കടേശ്വരൻ പറഞ്ഞു. നമുക്ക് ഇന്ന് രാവിലെ 7 മണി സമയത്തിൽ ആന ശരിക്കും ജനവാസ മേഖലയിൽ കയറാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സ്റ്റാഫ് വന്നിട്ട് അവിടെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സംവിധാനം ചെയ്യുമ്പോൾ ആന അത് ശരിക്കും ചാർജ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാഫ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ തൊട്ടടുത്തുള്ള ഇടത്തിൽ ചാടി രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തിലുള്ള പരിക്കാണ്. ഇവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് വന്നിട്ട് ചേർത്തിട്ടുണ്ട്. ഇത് 2 സ്റ്റാഫുക്ക് മേജർ കുഴപ്പമില്ല. ഒരു സ്റ്റാഫിക്ക് കുറച്ച് ഇഷ്യൂ ഉണ്ട്. അത് ഫർദറായിട്ടുള്ള ഡോക്ടർമാരുടെ അടുത്ത് സംസാരിച്ച് ഡയഗ്നോസ് ചെയ്തതിനു ശേഷമാണ് അറിയാൻ പറ്റുന്നത്. ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിലിൽ ഏറ്റുമുട്ടൽ. റിമാൻഡ് തടവുകാരനായ മുഹമ്മദിനെ സഹതടവുകാരൻ ആക്രമിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ പ്ലാക്കൽ വീട്ടിൽ ഐവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് ചെയ്തു. ഈ മാസം 9-ാം തീയതിയാണ് ഏറ്റുമുട്ടൽ നടന്നത്. അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ഐവിൻ ആന്റണി മുഹമ്മദിനെ ആക്രമിച്ചത്. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ സ്നാനഘട്ടങ്ങളിൽ ആയിരങ്ങൾ പിതൃതർപ്പണം നടത്തി. എല്ലാ കേന്ദ്രങ്ങളിലും ഭക്തർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. തിരുവല്ലോമല നിളാതീരത്ത് പിതൃമോക്ഷം തേടി ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്നു. പഴയന്നൂർ പോലീസും വടക്കാഞ്ചേരി ഫയർഫോഴ്സും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ചാവക്കാട് പഞ്ചവടി ശങ്കരനാരായണ ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് മേൽശാന്തി സുമേഷ് ശാന്തിയുടെ നേതൃത്വത്തിൽ 25ഓളം പരികർമ്മികൾ കാർമ്മികത്വം വഹിച്ചു. കടപ്പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ 2 പന്തലുകളിലായി ഒരേ സമയം 1000 പേർക്ക് ബലിയിടാനുള്ള സൗകര്യമുണ്ടായിരുന്നു. കൂർക്കഞ്ചേരി മഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണത്തിന് മേൽശാന്തി ദിലീപ് കുമാർ നേതൃത്വം നൽകി. 3 ഹാളിലാണ് ബലിതർപ്പണത്തിന് സൗകര്യമൊരുക്കിയിരുന്നത്. ചെറുതുരുത്തി പങ്ങാവ് ശിവക്ഷേത്രത്തിൽ വാവുബലി ചടങ്ങുകൾക്ക് ആചാര്യന്മാരായ PR മണികണ്ഠൻ, KM അജിത് കുമാർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പിതൃസായുജ്യ പൂജ, തിലഹോമം എന്നിവയും നടന്നു. ചാലക്കുടിപ്പുഴയുടെ കൂടപ്പുഴക്കടവിൽ ആയിരങ്ങൾ ബലിതർപ്പണം ചെയ്തു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ദേവസ്വത്തിന്റെ ഊട്ടുപുര പറമ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു ചടങ്ങുകൾ. ആറാട്ടുപുഴ മന്ദാരം കടവിൽ കർക്കിടക വാവുബലി ചടങ്ങുകൾ ബുധനാഴ്ച പുലർച്ചെ 12:30 മുതൽ ആരംഭിച്ചു. സന്തോഷ് ഇളയത്, മാപ്രാണം സുരേഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാവിന്റെ ഭാഗമായി പിതൃബലി തർപ്പണം നടന്നു. ആറാട്ടുകടവിൽ നടന്ന തർപ്പണ ചടങ്ങുകൾക്ക് നന്ദിക്കര നടുവത്തുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിനകത്ത് അഴകത്തുമനയ്ക്കൽ ഹരി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ മഹാതിലഹോമവും നടന്നു. കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കമ്പനിക്കടവ് കടപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചു. ചടങ്ങുകൾക്ക് കലേഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
കയ്പമംഗലം വഞ്ചിപ്പുര ഐരൂർ ചാപ്പക്കടവ് ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. ക്ഷേത്രം മേൽശാന്തി ലിജേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി പ്രശോഭ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ചാലക്കുടി പുഴയുടെ തീരത്തും ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ പുതുക്കുളം കടവിലുമാണ് ബലിതർപ്പണം നടന്നത്. തൻകുളം മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്രക്കുളത്തിനോട് ചേർന്ന് ബലിതർപ്പണം നടത്തി. പറമ്പൻതളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അങ്കമാലി അജിത് ശാന്തി ആചാര്യസ്ഥാനം വഹിച്ചു. ക്ഷേത്രത്തിൽ നടന്ന തിലഹോമത്തിന് തന്ത്രി കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികനായി. കോലഴി SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുമന്ദിരത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തി. വിഷ്ണു ശാന്തി കാർമ്മികത്വം വഹിച്ചു. കടങ്ങോട് ശ്രീ മല്ലൻകുഴി മല്ലൻകാവിൽ നൂറുകണക്കിന് ഭക്തർ പിതൃതർപ്പണം നടത്തി. ഗണപതി ഹോമം, തിലഹോമം, അഭിഷേകങ്ങൾ, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. കർമ്മി സുധീശാന്തി, മേൽശാന്തി, കൈതക്കോട്ടുമന നാരായണൻ ഭട്ടത്തിരിപ്പാട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കോട്ടപ്പുറം ശ്രീ മണ്ണത്തൃക്കോവ് ശിവക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന് ക്ഷേത്രം ഊരാളൻ KK നടരാജൻ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി വിഷ്ണു നമ്പൂതിരി പൂജകൾക്ക് നേതൃത്വം നൽകി. വാടാനപ്പള്ളി ഗണേശമംഗലം ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ മേൽശാന്തി ഷിനോജ് കാർമ്മികത്വം വഹിച്ചു. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടകവാവ് പിതൃതർപ്പണം നടത്തി. ലോഹിതാക്ഷ ശർമ്മ പിതൃതർപ്പണ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃപ്രയാർ മേൽത്തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ പിതൃതർപ്പണം നടന്നു. കോതവറമ്പ് പനങ്ങാട്ട് പ്രഭീഷ്, SN പുരം കാതിക്കുളത്ത് കണ്ണൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശ്വകർമ്മ പ്രാർത്ഥനാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടകവാവ് പിതൃതർപ്പണം തൃപ്രയാർ സരയൂ തീരത്ത് നടന്നു. രാമചന്ദ്രൻ ആചാരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ നിരവധി ഭക്തർ ബലിതർപ്പണം നടത്തി. കൊരട്ടിക്കര ശ്രീവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ മേൽശാന്തി അനിൽകുമാർ മേപ്പറമ്പത്തും പെരുമ്പിലാവ് പൊറവൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ തിരുനാവായ ഗോകുൽ നാരായണൻ ഇളയതും ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിവിധ ബ്യൂറോ റിപ്പോർട്ടുകളോടെ ന്യൂസ് ഡെസ്ക് TCV. കർക്കിടക വാവ് ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മ നൽകിവരുന്ന പിതൃസ്മൃതി പുരസ്കാരം കഥകളി ആചാര്യൻ ഡോക്ടർ കലാമണ്ഡലം ഗോപിക്കും മാതൃസ്മൃതി പുരസ്കാരം കലാമണ്ഡലം സരസ്വതിക്കും സമ്മാനിച്ചു. 10,001 രൂപയും പ്രശസ്തിപത്രവും ഫലകവും ഉൾപ്പെടുന്ന പുരസ്കാരങ്ങൾ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് കൈമാറി. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പുരസ്കാര ജേതാക്കളെ പൊന്നാട ചാർത്തി. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. ബലിതർപ്പണ ആചാര്യൻ രാമകൃഷ്ണൻ ഇളയതിനെയും 2500 നാരായണീയ സദസ്സ് സംഘടിപ്പിച്ച പെരുന്തട്ട ക്ഷേത്ര മാതൃസമിതിയെയും ആദരിച്ചു. കൂട്ടായ്മ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സെക്രട്ടറി അനിൽ കല്ലാറ്റ്, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, ബാലൻ വാർനാട്ട്, ശശി കേനാടത്ത്, ജയറാം ആലക്കൽ, മുരളി അകമ്പടി, ശശികുമാർ കൊടമന തുടങ്ങിയവർ സംസാരിച്ചു. ഓടുന്ന സ്കൂട്ടറിലേക്ക് തേങ്ങ വീണ് യാത്രക്കാരന് പരിക്ക്. ഗുരുവായൂർ കിഴക്കേനടയിലെ വ്യാപാരിയും ഒരുമനയൂർ സ്വദേശിയുമായ എടക്കളത്തൂർ സജിക്കാണ് പരിക്കേറ്റത്. ജ്യേഷ്ഠൻ സെബി ഓടിച്ചിരുന്ന സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുമ്പോഴായിരുന്നു സംഭവം. പരിക്കേറ്റ സജിയെ ഗുരുവായൂർ ദേവസ്വം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരാക്കര കപ്പേളിക്ക് സമീപം കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. വരാക്കര സ്വദേശി മാപ്രാണത്തുകാരൻ വീട്ടിൽ ജോൺസനാണ് പരിക്കേറ്റത്. ജോൺസന്റെ വീടിന് മുൻപിലായിരുന്നു അപകടം. ആമ്പലൂരിൽ നിന്ന് വരന്തരപ്പള്ളി ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് സ്കൂട്ടറിലിടിച്ചത്. പരിക്കേറ്റ ജോൺസനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭിന്നതകൾ മാറ്റിവെച്ച് സമൂഹം ഒന്നിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. പഞ്ഞിത്തടത്ത് സമസ്ത തൃശൂർ ജില്ലാ മദ്ഹൂർ റസൂൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമസ്ത ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷനായി. കേന്ദ്ര മുഷാവറ അംഗം അബ്ദുസലാം ബാഖവി, ജില്ലാ ട്രഷറർ സുലൈമാൻ ദാരിമി, ഏലംകുളം SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൻവർ മുഹിയുദ്ദീൻ ഹുദവി, ബഷീർ ഫൈസി ദേശമംഗലം, CK കുഞ്ഞിത്തങ്ങൽ, B മൊയ്തീൻകുട്ടി മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഫറൻസ് മികച്ച രീതിയിൽ സംഘടിപ്പിച്ച മരത്തങ്ങോട് റേഞ്ചിനെയും പന്നിത്തടം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയെയും ചടങ്ങിൽ ആദരിച്ചു. വളരെ ഭംഗിയായി ഈ പരിപാടികൾ ക്രമീകരിച്ച് കഠിനാധ്വാനം ചെയ്ത അസോസിയേഷൻ റേഞ്ച് കമ്മിറ്റിക്കുമുള്ള ഉപഹാരം. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജില്ലാ കമ്മിറ്റിയുടെ കലണ്ടർ. പന്നിത്തടത്ത് നടന്ന സമസ്ത ജില്ലാ മദ്ഹൂർ റസൂൽ കോൺഫറൻസിനോടനുബന്ധിച്ച് സംവാദം സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. എഴുതപ്പെട്ടതിനു ശേഷം ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്ന ഖുർആൻ വായിക്കുന്തോറും അതിശയിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം അധ്യക്ഷനായി. ചരിത്രകാരൻ അജിത് കൊളാടി, സാമൂഹ്യ പ്രവർത്തകൻ ഷിബു മീരാൻ, ഫൈസി ആനക്കര തുടങ്ങിയവർ സംസാരിച്ചു.
പുൽത്തൈലം വിൽക്കാനെന്ന വ്യാജേന വീട്ടിലെത്തി സർപ്പദോഷമുണ്ടെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി 6.5 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ 2 സ്ത്രീകളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പടിഞ്ഞാറെ വെമ്പലൂർ സ്വദേശിനി കുള്ളിപ്പറമ്പിൽ വീട്ടിൽ സുജാത, പാപ്പിനിവട്ടം സ്വദേശിനി നടവരമ്പത്ത് വീട്ടിൽ റോജ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. മണലൂർ പുത്തൻകുളം സ്വദേശി വല്ലത്തുപറമ്പിൽ വീട്ടിൽ സ്വർണ്ണലതയാണ് തട്ടിപ്പിന് ഇരയായത്. അന്തിക്കാട് SHO കേഴ്സൺ, SIമാരായ ഹാഷിഷ്, റിജി, ഋഷിപ്രസാദ്, CPMമാരായ രേഷ്മ, കിരൺ, ശ്രീജിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ആൾമറയില്ലാത്ത കിണറ്റിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വരവൂർ ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന മേച്ചേരി വീട്ടിൽ നാരായണന്റെ ഭാര്യ 65 വയസ്സുള്ള ശ്രീദേവിയാണ് മരിച്ചത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഓട്ടുപാറ ഡെലീസ ബാറിന് സമീപം യുവാവിന് കുത്തേറ്റ സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവം നടന്ന സ്ഥലത്ത് പോലീസ് സംഘവും വിദഗ്ധരുമെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. ഞായറാഴ്ച രാത്രിയിലായിരുന്നു യുവാവിന് കുത്തേറ്റത്. ബാറിലുണ്ടായിരുന്ന വാക്കുതർക്കത്തിന് പിന്നാലെ സമീപത്തെ കടയിൽ നിൽക്കുകയായിരുന്ന തെക്കുമുറി വീട്ടിൽ സൂരജിന് നേരെ ആക്രമണമുണ്ടാകുകയായിരുന്നു. പരിക്കേറ്റ സൂരജ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എരുമപ്പെട്ടി കരിയന്നൂർ പാടത്തിന് സമീപം സ്കൂട്ടറിടിച്ച് വഴിയരികിലെ മരം മുറിക്കുന്നതിനായി ഗതാഗതം നിയന്ത്രിച്ചിരുന്ന അതിഥി തൊഴിലാളി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. കൊൽക്കത്ത സ്വദേശിയായ സോമദാസ്, സ്കൂട്ടർ യാത്രക്കാരായ പാഴിയൂട്ടുമുറി പുല്ലാഴിവളപ്പിൽ വീട്ടിൽ കൃഷ്ണദാസ്, പാഴിയൂട്ടുമുറി കേളപ്പിലാക്കൽ വീട്ടിൽ അഫ്സൽ, ആദിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 4 പേരെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റ ആദിലിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ അമല ആശുപത്രിയിലേക്ക് മാറ്റി. ഇനിയൊരു ഇടവേള. ഇവിടെ 60 രൂപയ്ക്ക് നല്ലൊരു സാരി കിട്ടുന്നു കേട്ടല്ലോ. 60 രൂപയ്ക്ക് സാരി കിട്ടുന്നു മാത്രല്ല, 2 ഷർട്ട് 300 രൂപ, നൈറ്റി 150 രൂപ, 3 ടോപ്പുകൾ വെറും 200 രൂപ മാത്രം. 200 രൂപയ്ക്ക് കാഞ്ചീപുരം പട്ടുസാരി ലഭ്യമാണ്. ഏത് ബഡ്ജറ്റിലും ഹാപ്പി ആയിരുന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ഈ ഓണത്തിന് പായസം ഇനി വേറെ ലെവൽ. ഇതാ ഇലമെന്റ്സ് നേച്ചുറൽ ലൈഫിന്റെ മില്ലറ്റ് വെർമിസെല്ലി പായസം മിക്സ്. രുചിയും ആരോഗ്യവും ഒരുമിച്ച് 5 തരം മില്ലറ്റുകളും കശുവണ്ടിയും മുന്തിരിയും ഒപ്പം ഏലക്കായുടെ സുഗന്ധവും ചേർന്ന പ്രീമിയം പായസം മിക്സ്. തിളച്ച പാലിൽ ചേർത്ത് കുറച്ച് മിനിറ്റുകൾ ഇളക്കിയാൽ മാത്രം മതി. ക്രീമിയായ സ്വാദിഷ്ടമായ പായസം റെഡി. ഓണസദ്യക്ക് ഏവരും ഇഷ്ടപ്പെടുന്ന ആരോഗ്യമുള്ള മധുരം. ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ. പ്രമേഹം മൂലം കാലിലെ മുറിവ് പഴുത്ത് ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക്. അക്കിക്കാവ് പന്നിത്തടം ബൈപ്പാസിന് സമീപത്തെ കെട്ടിട നിർമ്മാണ സ്ഥലത്ത് നിന്ന് ലക്ഷങ്ങളുടെ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിലായി. പെരുമ്പാവൂർ മരമ്പള്ളി സ്വദേശി ശ്രീകുട്ടനാണ് പോലീസിന്റെ പിടിയിലായത്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സനീഷ് കുമാർ, സബ് ഇൻസ്പെക്ടർമാരായ ശരത്, സോമൻ, കെ ശശികുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്.
ഗുരുവായൂരിൽ മോഷണത്തിന് പദ്ധതിയിട്ടെത്തിയ നിരവധി മോഷണ കേസുകളിലെ പ്രതിയെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശി പുത്തൻവീട്ടിൽ ശരത്തിനെയാണ് ടെമ്പിൾ SHO വിനോദ് വലയാട്ടൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. പടിഞ്ഞാറേ നടയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് തിരിച്ചറിയുന്നത്. കടവല്ലൂർ പഞ്ചായത്ത് ഭരണസമിതി വികസന മുരടിപ്പിനും സാമ്പത്തിക തട്ടിപ്പിനും കൂട്ടുനിൽക്കുന്നുവെന്നാരോപിച്ച് BJP പ്രതിഷേധ ധർണ നടത്തി. BJP എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി അഭിലാഷ് കടങ്ങോട് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ അനിൽകുമാർ, സുധീഷ് പള്ളിക്കുളം, പ്രതീഷ് കരിക്കാട്, വിശാഖ് കടവല്ലൂർ, CA വേലായുധൻ തുടങ്ങിയവർ പങ്കെടുത്തു. BJP കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രളയബാധിതർക്ക് അവശ്യവസ്തുക്കൾ എത്തിച്ചു നൽകി. BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ് വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. കോട്ടയം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ റോയ് ചാക്കോ സാധനങ്ങൾ ഏറ്റുവാങ്ങി. മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, MN സുനീഷ്, അരുൺ ഗഗനൻ, TD പ്രനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃപ്രയാർ സെന്ററിൽ ബസ്സിടിച്ച വയോധികന് ഗുരുതര പരിക്ക്. തൃപ്രയാർ സ്വദേശി ശെരുവിൽ വീട്ടിൽ രാമദാസിനാണ് പരിക്കേറ്റത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് അമിത വേഗതയിൽ വന്ന ബസ്സിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരായിരുന്ന ബാബു മലയിലിന്റെയും K ഗോപാലിന്റെയും നിര്യാണത്തിൽ ഉല്ലൂർ മാധ്യമപ്രവർത്തക കൂട്ടായ്മ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഉല്ലൂർ വ്യാപാര ഭവനിൽ നടന്ന യോഗത്തിൽ CA പ്രേമചന്ദ്രൻ, AA ജോസ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. K രാജൻ MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൌൺസിലർ പോളി ജോസ്, DCC സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ, KS സന്തോഷ്, ജെറീഷ് പെരിഞ്ചേരി, ഫെബിൻ K ഫ്രാൻസിസ്, സുനീഷ് ജോൺസൺ, ഷാജി റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി പാലുവായി റോഡരികിൽ സ്ഥാപിച്ച മിനി MCF കാട് പിടിച്ച നിലയിൽ. വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞ് സമീപത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. മിനി MCFും പരിസര പ്രദേശവും വൃത്തിയാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി നടന്ന രക്തദാന ക്യാമ്പ് KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PP സന്തോഷ് അധ്യക്ഷത വഹിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റുമായ MP സജീബ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശിവൻ വാഗ, കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ബിജോയ് തുടങ്ങിയവർ സംസാരിച്ചു. 79 തവണ രക്തം ദാനം ചെയ്ത ശ്രീകൃഷ്ണ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി മേജർ PJ സ്റ്റൈജുവിനെ ചടങ്ങിൽ ആദരിച്ചു. മൂന്ന് മയക്കുമരുന്ന് കേസുകളടക്കം 6 ക്രിമിനൽ കേസുകൾ പ്രതിയായ യുവാവിനെ ജയിലിലടച്ചു. എളവള്ളി സ്വദേശി പാമ്പിങ്ങൽ വീട്ടിൽ ലിജിനെയാണ് 1 വർഷത്തേക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിലാക്കിയത്. വാടാനപ്പള്ളി SI വിഷ്ണു രാമചന്ദ്രൻ, GSI അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയത്. ജൽജീവൻ കുടിവെള്ള പദ്ധതിക്ക് പൈപ്പിടുന്നതിനായി പൊളിച്ച അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂൾ റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമായി. സ്കൂളിന് പുറമെ അന്തിക്കാട് പഞ്ചായത്ത് ഓഫീസ്, എക്സൈസ് മിനി സിവിൽ സ്റ്റേഷൻ, വെറ്ററിനറി ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് 100 കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ് കാലങ്ങളായി തകർന്നു കിടക്കുന്നത്. ചെറിയ കുട്ടികൾ പഠിക്കുന്ന അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിന് മുൻപിലാണ് റോഡ് പൂർണ്ണമായും തകർന്നിട്ടുള്ളത്. ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡുകൾ മൊത്തത്തിൽ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ റോഡായാലും മറ്റു റോഡുകളായാലും, കാരണം വെച്ചാൽ ജലജീവൻ മിഷൻ്റെ വർക്ക് വന്നതിന് ശേഷം ആ റോഡുകൾ പൊളിച്ച് ഇടും. വലിയ കോടികളുടെ ഉത്തരവാദിത്തമാണ് പഞ്ചായത്തിന് വന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ റോഡ് അടിയന്തര പ്രാധാന്യമുള്ളതാണ്. സ്കൂളുണ്ട്, പഞ്ചായത്തുണ്ട്, മറ്റു സിവിൽ സ്റ്റേഷൻ അടക്കമുള്ള സ്ഥാപനങ്ങളുണ്ട്. വളരെ പ്രാധാന്യത്തോടെ നന്നാക്കേണ്ട റോഡ് തന്നെയാണ്. പഞ്ചായത്ത് അടിയന്തരമായിട്ട് അത് ചെയ്യും. എന്തായാലും മറ്റു ഫണ്ടുകൾ കണ്ടെത്തി. ഇപ്പോൾ പഞ്ചായത്തിൽ തന്നെ 21 ലക്ഷം രൂപ നിലവിലുള്ള പദ്ധതിയിൽ നിന്ന് വെട്ടി കളയേണ്ട അവസ്ഥയുണ്ട്. കാരണം ഇപ്രാവശ്യം കഴിഞ്ഞ സർക്കാർ തന്ന ഫണ്ട് ഇത്ര രൂപയ്ക്ക് പദ്ധതി ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞത്, അതിൽ നിന്ന് 21 ലക്ഷം കുറയ്ക്കണം. അപ്പോൾ ഫണ്ട് വളരെ കുറവാണ് പഞ്ചായത്തിനെ സംബന്ധിച്ച്. സാമ്പത്തിക ഫണ്ട് കുറവാണ്. അപ്പോൾ മറ്റു മാർഗങ്ങൾ ഏതെങ്കിലും കണ്ടെത്തി തന്നെ നമ്മൾ ഈ സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇടപെടും. എന്തായാലും ഈ റോഡ് നന്നാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പഞ്ചായത്തിലേക്ക് പോകുന്ന, സ്കൂളിലേക്ക് പോകുന്ന
റോഡ് നന്നാക്കേണ്ട അത്യാവശ്യം തന്നെയാണ്. അതിൽ ഞങ്ങളും ഞങ്ങളുടേതായ ഇടപെടൽ നടത്തും എന്നുള്ളതാണ് പറയുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ മുൻ നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി പ്രഭാഷണം നടത്തി. രാമായണത്തിലെ അപ്രസക്തരായി മാറിപ്പോകുന്ന കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു 1 മണിക്കൂറോളം നീണ്ട പ്രഭാഷണം. രാമനെയും സീതയെയും കുറിച്ചുള്ള സുമിത്രയുടെ കാഴ്ചപ്പാടും പ്രഭാഷണത്തിൽ ശ്രദ്ധേയമായി. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. ആളൂരിലുണ്ടായ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഗുരുവായൂർ അരിയന്നൂർ സ്വദേശി തൈവളപ്പിൽ ഹരീഷിന്റെ മകൻ 21 വയസ്സുള്ള ആരോമലാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി ശ്രീകൃഷ്ണ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തതിനു ശേഷം ആരോമിലും സുഹൃത്തുക്കളും കേച്ചേരിയിലേക്ക് പോകുമ്പോൾ ആളൂർ സെന്ററിൽ വെച്ച് ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചുമറിയുകയായിരുന്നു. അമൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കേരള ജൈവ കർഷക സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂളിമുട്ടത്ത് കർഷക സംഗമം സംഘടിപ്പിച്ചു. മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MC നിഷ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ നസീമ നൌഫൽ, സംസ്ഥാന പ്രസിഡന്റ് PS ഷാജി, സ്കൂൾ മാനേജർ PM അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാർ ശ്രീരാമഭക്ത സേവാ സമിതിയുടെയും CP മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൃപ്രയാർ ക്ഷേത്ര പരിസരത്ത് പ്രസാദക്കഞ്ഞി വിതരണം നടത്തി. കർക്കിടകവാവ് ദിനത്തിൽ ബലിതർപ്പണത്തിനും നാലമ്പല തീർത്ഥാടനത്തിന്റെയും ഭാഗമായി ക്ഷേത്ര ദർശനത്തിനെത്തിയ മുഴുവൻ ഭക്തർക്കുമാണ് പ്രസാദക്കഞ്ഞി വിതരണം ചെയ്തത്. പ്രസാദക്കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം ഗീതാഗോപി MLA നിർവഹിച്ചു. ശ്രീരാമഭക്ത സേവാ സമിതി പ്രസിഡന്റ് ദിവാസ് ആലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. തോമസ് ഉണ്ണിയാടൻ MLA, CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ്, ക്ഷേത്ര മാനേജർ ബിനിത രഞ്ജിത്ത്, PPS ഷീജ, ഗ്രാമപഞ്ചായത്ത് അംഗം അംബിക, CP ട്രസ്റ്റ് മാനേജർ ഷമീർ മുഹമ്മദ് അലി, സിനിമാ സംവിധായകൻ സെൽ ബസ്കാർ എന്നിവർ പങ്കെടുത്തു. 6 മയക്കുമരുന്ന് കേസുകളടക്കം 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വലപ്പാട് സ്വദേശി പണിക്കുവീട്ടിൽ മുഹമ്മദ് ഷജിയെ 1 വർഷത്തേക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിലാക്കി. വലപ്പാട് SHO K അനിൽകുമാർ, GSI PV ഉണ്ണി എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടികൾ പൂർത്തീകരിച്ചത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഉല്ലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഉല്ലൂർ മണ്ഡലം ചെയർമാൻ ബിജു എടക്കളത്തൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ട്രഷറർ ജോയ് മൂത്തേടൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പിൽ ചെയർമാനായി ബിജു എടക്കളത്തൂർ, ജനറൽ കൺവീനറായി സുനീഷ് ജോൺസൺ, ട്രഷററായി CA ബാബു എന്നിവരെ തെരഞ്ഞെടുത്തു. സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറെ ആദരണീയനായ ശ്രീ NR വിനോദ് കുമാർ എന്നുള്ള നമ്മുടെ ഏറെ പ്രിയങ്കരനായ നമ്മുടെ ജില്ലയുടെ ട്രഷറർ, അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായ സ്നേഹത്തിന്റെ അവരുടെ സാന്നിധ്യത്തിൽ സമർപ്പിക്കുക. മുഴുവൻ ആളുകളും ഇപ്പോഴും പദ്ധതികളായി മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എല്ലാ സ്ഥലത്തും ശക്തം ആ പദ്ധതിയുടെ പ്രയോജനങ്ങൾ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താൻ ഒരു കാര്യം. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,195 രൂപ, പവന് 1,13,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അതിരപ്പള്ളി തുമ്പൂർമൊഴിയിൽ കാട്ടാന ആക്രമണത്തിൽ 3 വനംവകുപ്പ് ജീവനക്കാർക്ക് പരിക്ക്. ജനവാസ കേന്ദ്രത്തിലെത്തുന്ന ആനകളെ തടയുന്നതിനിടെ ജീവനക്കാരെ ആന ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിലിൽ സഹതടവുകാരനെ തടവുകാരൻ ആക്രമിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ സ്വദേശി ഐവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിതൃസ്മരണയിൽ ബലിതർപ്പണം നടത്തിയ ആയിരങ്ങൾ. പാമ്പാടി അയൂർ മഠത്തിലും ചാവക്കാട് പഞ്ചവടിയിലും ബലിതർപ്പണത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.